വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. നീറ്റ് 2023 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: ദ പാർട്സ് ഓഫ് ഹ്യൂമൻ ബ്രെയിൻ ദാറ്റ് ഹെൽപ്സ് ഇൻ റെഗുലേഷൻ ഓഫ് സെക്ഷുവൽ ബിഹേവിയർ, എക്സ്പ്രഷൻ ഓഫ് എക്സൈറ്റ്മെന്റ്, പ്ലഷർ, റേജ്, ഫിയർ എക്സെട്ര ആർ. ഇതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണെന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഹ്യൂമൻ ബ്രെയിനിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണ് ഹ്യൂമൻ ബ്രെയിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുക? ഒന്ന് ഫോർ ബ്രെയിൻ, രണ്ട് മിഡ് ബ്രെയിൻ, മൂന്ന് ഹൈൻഡ് ബ്രെയിൻ. ഹൈൻഡ് ബ്രെയിൻ. ഫോർ ബ്രെയിൻ നോക്കുമ്പോൾ ആരൊക്കെ ഉണ്ടാവും? സെറിബ്രം ഉണ്ടാവും. സെറിബ്രം, തലാമസ്, ഹൈപ്പോ തലാമസ്. ഇനി മിഡ് ബ്രെയിൻ നോക്കുമ്പോൾ നമുക്ക് രണ്ട് ഏരിയ കാണാൻ പറ്റും. മിഡ് ബ്രെയിൻ കാണുന്ന ഏരിയസ് ഏതൊക്കെയാണ്? ഒന്ന് കോർപോറ, കോഡ്രാജെമിന. കോഡ്ര മീൻസ് 4, ജെമിന മീൻസ് സ്വെല്ലിംഗ്. ഓക്കെ. പിന്നെ ഏതാ കാണുക? പിന്നെ കാണുന്നതാണ് സെറിബ്രൽ അക്വാഡക്റ്റ്. അക്വ മീൻസ് വാട്ടർ. ഡക്റ്റ്. ഒരു ഫ്ലൂയിഡ്, ഒരു വാട്ടർ ഒഴുകാനുള്ള സ്ഥലം, അതായത് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഒഴുകാനുള്ള സ്ഥലം. ഇനി ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ എഴുതാം. ഹൈൻഡ് ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാടാ? സെറിബെല്ലം ഉണ്ട്, പിന്നെ പോൺസ് ഉണ്ട്. ഓക്കെ. പിന്നെ ആരുണ്ട്? മെഡുല്ലുണ്ട്. ഇനി നമ്മൾ തലാമസ് നോക്കിക്കഴിഞ്ഞാൽ, തലാമസ് എടുത്തു കഴിഞ്ഞാൽ ഇതാണ് തലാമസ്. തലാമസിൻ്റെ താഴത്തെ സ്ട്രക്ചർ എന്ത് വിളിക്കും? ഹൈപ്പോ തലാമസ് എന്നാണ് പറയുക. തലാമസിൻ്റെ മേലത്തെ സ്ട്രക്ചർ എന്ത് വിളിക്കും? എപ്പി തലാമസ് എന്ന് പറയും. അപ്പോൾ ഇതിനെ ഈ കാണുന്ന ഈ സെക്ഷൽ ബിഹേവിയർ, എക്സ്പ്രഷൻ ഓഫ് എക്സൈറ്റ്മെന്റ്, പ്ലഷർ, റേജ്, ഫിയർ എക്സെട്ര അതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആരാ? ലിംബിക് സിസ്റ്റം അലോങ് വിത്ത് തലാമസ് ആണ്. ഇതാണ് കറക്റ്റ് ആൻസർ. കോർപ്പറ കോഡർജെമിന മിഡ് ബ്രെയിൻ്റെ പാർട്ടാണ്. ഹിപ്പോക്യാമ്പസ് ഫോർ ബ്രെയിൻ്റെ പാർട്ടാണ്. ബ്രെയിൻ സ്റ്റെം ആൻഡ് എപ്പിതലാമസ് എന്ന് പറയുന്നത് തലാമസിന്റെ മേലുള്ള സ്ട്രക്ചർ ആണ് എപ്പിതലാമസ്. കോർപ്പസ് കാലോസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർ, റൈറ്റ് സെറിബ്രൽ ഹെമിസ്ഫിയർ. ലെഫ്റ്റിനെ റൈറ്റിനെ ജോയിൻ ചെയ്യിക്കുന്ന ഒരു നെർവ് ട്രാക്ട് ആണ് കോർപ്പസ് കാലോസ്. അപ്പോൾ ഓപ്ഷൻ നമ്പർ 1.